സുരക്ഷിതത്വത്തിനു വേണ്ടി അങ്ങ് സദാ കാണിച്ച കരുതൽ എനിക്ക് പേറ്റുന്നോ എടുത്ത നേരത്ത് അങ്ങ് അനുഭവിച്ച വേവും പിടച്ചിലും വിലയാർന്ന കൈകൾ കൊണ്ട് തീർത്ത ഈ പുൽക്കൂട്, ഇതെല്ലാം ജോസഫ് എന്ന നല്ല കുടുംബനാഥന്റെ പ്രത്യക്ഷ സാക്ഷ്യങ്ങളാണ്. ജോസഫ് എന്ന നല്ല അപ്പൻ ജീവിതം കൊണ്ട് കാട്ടിത്തന്ന അടയാളങ്ങൾ. ജോസഫ്, നീ അമ്മയെയും ശിശുവിനെയും കൂടി ഈജിപ്തിലേക്ക് ഓടിപ്പോകുക. ഹെറോദോസ് കുഞ്ഞിനെ വധിക്കാൻ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ദൈവകഥയിൽ പലതും വിലയും പൂർത്തിയാകാനുണ്ട്. നമുക്ക് മുന്നോട്ട് പോകണം. എവിടേക്ക്? എത്രയും ദൂരം പോകാനാകുമോ അത്രയും ദൂരം. അത് ഈജിപ്തോളം. സിംഹാസനത്തിൽ കഴിയേണ്ടി വരുന്ന നമ്മുടെ കഴുത നന്നെ ക്ഷീണിച്ചിരിക്കുന്നു. ഒട്ടകങ്ങളെപ്പോലെ മരുഭൂമിയിൽ സഞ്ചരിക്കാൻ കഴുതകൾക്കാവില്ല. അല്പനേരം വിശ്രമിക്കാം. എങ്കിലും ഇനി അങ്ങോട്ട് യാത്രാക്ലേശമായിരിക്കും. കണ്ടെത്താത്ത മരുഭൂമിയിൽ മുമ്പേ പോയ ഒട്ടകങ്ങളുടെയും മനുഷ്യരുടെയും കാൽപ്പാടുകൾ മാത്രമായിരിക്കും വഴിയടയാളം. മണൽക്കാറ്റടിച്ചവ മാഞ്ഞുപോയി വഴി തെറ്റാനും സാധ്യതയുണ്ട്. ശക്തമായ മണൽക്കാറ്റടിക്കുമ്പോൾ പുറം തിരിഞ്ഞു നിൽക്കണം. കണ്ണിലും മൂക്കിലും മണൽത്തരികൾ അടിച്ചു കയറി അപകടം സംഭവിക്കാതിരിക്കാൻ. അപകടം, ഏത് അപകടവും നമ്മൾ തരണം ചെയ്യും. പേരി ലോകരക്ഷകന്റെ രക്ഷകർത്തൃത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ? അങ്ങേക്ക് ദാഹിക്കുന്നില്ലേ? കഴുതയുടെ ഊരം ചേർന്നുള്ള അങ്ങയുടെ ഈ കഠിന യാത്രകൾക്ക് എന്നായിരിക്കും അവസാനം? നിങ്ങളോടൊപ്പം ആകുമ്പോൾ ഏത് ദുരിതയാത്രയും തീർത്ഥയാത്ര പോലെയാണ് എനിക്ക്. ഉള്ളിൽ ഒറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ. യൂദായിൽ നിന്ന് ഉയരുന്ന അമ്മമാരുടെ നിലവിളി, പ്രാണൻ വേർപെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണക്കരച്ചിൽ. നമ്മുടെ കുഞ്ഞിന്റെ ജീവനം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഓടുമ്പോൾ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പിറകിൽ മരിച്ചു വീഴുന്നു. യാത്ര തുടങ്ങാം. എവിടേക്കാ ഇത്ര ധൃതിപ്പെട്ട്? ഇനി നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കണം. ഞങ്ങളെ കണ്ടിട്ട് രാജകുമാരന്മാരാണെന്ന് തോന്നുന്നില്ലല്ലോ. പുരോഹിതന്മാരാണെന്നും തോന്നാൻ വഴിയില്ല. നിന്നെ പോലെ ഇതുവഴി പോകുന്ന മണ്ടന്മാരെ കൊന്നും പിടിച്ചു പറിച്ചും ജീവിക്കുന്ന പാവം കള്ളന്മാരാണ് മണ്ട. കയ്യിലുള്ള പൊന്നും പണമൊക്കെ ഈ പറഞ്ഞതൊന്നും ഞങ്ങളുടെ കൈവശമില്ല. ഉണ്ടായിരുന്ന കുടിവെള്ളവും തീർന്നുപോയി. നിങ്ങളുടെ കൈവശം കുടിവെള്ളം ഉണ്ടെങ്കിൽ അല്പം ഞങ്ങൾക്ക് തരും. കള്ളന്മാരോട് ഇങ്ങോട്ട് നിൽക്കുന്നു. അതെ, പിടിച്ചു വാങ്ങിയിട്ടല്ലാതെ കൊടുത്ത് ഞങ്ങൾക്ക് ശീലമില്ല. തരാൻ മടിക്കുന്നവരെ കൊന്നു നല്ല ശീലമുണ്ട്. താരിമണലിൽ ചത്ത് മറിച്ച് കിടക്കണ്ടെങ്കിൽ കയ്യിലുള്ളത് എടുക്കണം. എങ്കിൽ നീട് നിങ്ങളുടെ കയ്യിൽ വിലവെടുപ്പുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ എടുക്ക്. ഞങ്ങളുടെ കയ്യിൽ ഏറ്റവും അമൂല്യമായുള്ളത് ഇതാണ്, ഞങ്ങളുടെ യേശു.
സകല പാപികൾക്കും സ്നേഹത്തിന് രക്ഷ നൽകുന്ന ദൈവപുത്രന്റെ ജീവിത വഴിയിലെ ഒരു ഘട്ടം മാത്രം. ജന്മനാട്ടിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും അകന്ന് ദീർഘകാലം ജോസഫും മേരിയും യേശുവിനോടൊപ്പം ജീവിച്ചു. അഥവാ യേശുവിനെ കാവലായി വസിച്ചു. തന്റെ കുടുംബത്തിനുള്ള അപ്പത്തിനും വസ്ത്രത്തിനും വേണ്ടി ഈജിപ്തിലും ജോസഫ് തന്റെ കുലത്തൊഴിലായ മരപ്പണി ചെയ്തു. ഒരു തച്ചൻ മരപ്പണി ചെയ്ത് ദൈവപുത്രൻ അന്നം മുട്ടി സ്നേഹവും നൽച്ചെന്ന് നൽകി. ആ നല്ല അപ്പന്റെ സ്നേഹശിക്ഷണത്തിൽ ഈശോ വളർന്ന കുമാരനായ നാളിൽ ഹെറോദോസ് രാജാവ് മരിച്ചു. പിന്നീട് സ്വദേശത്തേക്ക് മടങ്ങാമെന്ന സ്വപ്ന ദർശനം ജോസഫിനുണ്ടായി. ഇത്രയും കാലം ഞങ്ങൾക്ക് അന്നവും സംരക്ഷണവും തന്ന ഈജിപ്തിനെയും സ്നേഹവും സാഹോദര്യവും പകർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ഞങ്ങളുടെ ജന്മദേശം അവന്റെ മകനെ തിരിച്ചു വിളിക്കുമ്പോൾ ഞങ്ങൾ പോകാതിരിക്കുന്നത് എങ്ങനെ? കാലങ്ങൾ നീണ്ട ഇവിടുത്തെ ജീവിതത്തിൽ കയ്പും മധുരവും നിറഞ്ഞ സ്മരണകൾ ഏറെയുണ്ട് ഞങ്ങൾക്ക്. എനിക്കറിയാം, എന്നെ വിടാതെ പിന്തുടരുന്ന സാത്താന്റെ പരീക്ഷണങ്ങളിൽ ഇരയാക്കപ്പെടുകയായിരുന്നു എന്നോടൊപ്പം എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചവർ. എല്ലാം നേരിടാൻ എനിക്ക് കരുത്ത് പകർന്നു തന്നത് എന്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ്, ഈശോയോടുള്ള എന്റെ സ്നേഹമാണ്. നിങ്ങൾ പിരിയുകയാണെന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്കും അത് വലിയ വേദനയാണ്. ഇല്ലാതെ ഞങ്ങൾ ഇനി എങ്ങനെ ഇരുണ്ടുപോയിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമാണെന്ന് ഈശോ. അതാ ഈശോ. മാലിക്കിന്റെ ആടുകളിൽ ഒരെണ്ണം കൂട്ടം തെറ്റിപ്പോയി. ഞാനതിനെ തേടിപ്പോയതായിരുന്നു. ഇതിനെ അതിന്റെ ആലയിലേക്കാക്കൂ. അപ്പോൾ മറ്റാടുകൾ അവയോടൊപ്പം അവയുടെ യജമാനനും ഉണ്ടാവും. കൂട്ടം തെറ്റിപ്പോയതിനെ തേടി പോകേണ്ടവനാണ് ഞാൻ, അല്ലേ അപ്പാ? നമ്മൾ നമ്മുടെ സ്വദേശത്തേക്ക് മടങ്ങുകയാണ് മകനെ. ഇസ്രായേൽ എനിക്ക് പ്രിയപ്പെട്ടത് തന്നെ. പക്ഷേ ഒരു ദേശവും നമുക്ക് അന്യമല്ലല്ലോ. നമ്മളെ പിരിയുന്നതിൽ ഇവർ ദുഃഖിക്കുന്നു. ഞാൻ ദൂരേക്ക് പോകുന്നു എന്നതിന് പിരിയുന്നു എന്ന അർത്ഥമുണ്ടോ അമ്മേ? മനസ്സുകളെ ബന്ധിക്കുന്ന ചരട് ദൂരമാണോ? ശരീരം കൊണ്ട് ഞങ്ങൾ അകന്നു പോയാലും ഞാൻ നിങ്ങളെ തേടി വരും. അമ്മേ, നമ്മുടെ കഴുത ജെന്നിക്ക് ഇനിയും ഒരു യാത്രക്കുള്ള ആരോഗ്യമുണ്ടാവുമോ? പോകുന്നുവെങ്കിൽ കഴുതപ്പുറത്ത് കയറി തന്നെ വേണം ഒരിക്കൽ എന്നെ തിരസ്കരിച്ച് ഇസ്രായേലിലേക്ക് തിരിച്ചു ചെല്ലാൻ. ബാധിച്ച് കിടപ്പിലായി. അധികം വൈകാതെ റാഹേൽ ഓരോ രാത്രിയിലും ഇതുവഴി പോകുന്ന വഴിപോക്കാർ യാക്കോബിന്റെയും റാഹേലിന്റെയും ഉച്ചത്തിലുള്ള പരിവേദനകൾ കേൾക്കുന്നത് പതിവായി. മോനെ ജോസഫ്, നീ ഞങ്ങളെ ഉപേക്ഷിച്ച് പൊയ്ക്കളഞ്ഞതെന്ത്? ദൈവമേ, നീ ഞങ്ങളുടെ അവസാന കാലത്ത് ഞങ്ങളുടെ മകനെ ഞങ്ങളിൽ നിന്ന് അകറ്റിയതെന്ത്? തുടങ്ങിയ സങ്കടങ്ങളും കരച്ചിലും. ആദ്യമൊക്കെ നാട്ടുകാർക്കത് കേൾക്കുമ്പോൾ വലിയ അവസ്ഥ. ഇത് കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ അപ്പനും അമ്മയും പോയി. അവസാന കാലത്ത് മകന്റെ സാമീപ്യത്തിന് കൊതിച്ച് വേദനയിൽ നിലവിളിച്ച് കാൽപെരുമാറ്റത്തിന് കാതോർത്ത് അങ്ങനെ കാത്തിരുന്ന് മനസ്സുവെന്ത് മരിച്ചുപോയി എന്റെ അപ്പനും അമ്മയും. വിഷമിക്കരുത്. എത്രയോ പേരുടെ മരണദേഹത്ത് ഊണും ഉറക്കവുമില്ലാതെ പ്രാർത്ഥനയോടെ കൂട്ടിരുന്നു. നല്ല മധ്യസ്ഥനായി പ്രാർത്ഥിച്ചു, പ്രവർത്തിച്ചു. പക്ഷേ അങ്ങയുടെ പിതാ